ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഓസിലേഷൻ എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ആദ്യം ഓസിലേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓസിലേഷനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ, അതിൽ പീരിയോഡിക് മോഷനെ കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞു. പീരിയോഡിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ്, പീരിയോഡിക് മോഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, എന്താണ് പീരീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പീരിയോഡിക് മോഷൻ തന്നെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അവയുടെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കണം. അതാണ് സിമ്പിൾ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാർമോണിക് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. വൈബ്രേഷൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വൈബ്രേഷൻസ് എല്ലാം പീരിയോഡിക് ആണ്. സോ അതുകൊണ്ടാണ് ആ ഒരു ഹാർമോണിക് എന്ന ടേമും കൂടെ അതിന് പേര് കൊടുത്തത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെ എഴുതി. എന്തായാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²x/dt² പ്ലസ് ω² x = 0 അല്ലേ. അപ്പൊ d² x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതിന് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയും അല്ലേ. ആക്സിലറേഷൻ പ്ലസ് ω². ω സ്ക്വയർ എന്ന് പറഞ്ഞാൽ k/m ആണ്. k ഒരു കോൺസ്റ്റന്റ് ആണ്, ഫോഴ്സ് കോൺസ്റ്റന്റ്. m is the mass of the particle. അപ്പോൾ നമ്മൾ സർക്കുലർ മോഷനെ കുറിച്ചും ഓസിലേഷനും എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറയാൻ രണ്ടും ഏകദേശം ഈക്വൽ ആയിരുന്നു അല്ലേ. ഏകദേശം അല്ല, രണ്ടും ഒരേ ഫ്രെയിമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, സർക്കുലർ മോഷനും ഓസിലേഷനും. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇതുപോലെ സർക്കുലർ മോഷനുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുക, ഒരു ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള ഒരു ഓസിലേഷന്റെ പെൻഡുലം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓസിലേഷന്റെ അല്ലെങ്കിൽ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഏതായാലും മതി. അപ്പോൾ അതിന്റെ പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം അല്ലേ. മീൻ പൊസിഷൻ മുതൽ എക്സ്ട്രീം എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് അതിനെ നമ്മൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. മീൻ പൊസിഷൻ ആൾമോസ്റ്റ് സെന്റർ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ ആ ആംപ്ലിറ്റ്യൂഡാണ് സർക്കുലർ മോഷന്റെ റേഡിയസ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷനെ ലീനിയർ മോഷനുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതുണ്ട്, കാണാം. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സർക്കിളിന്റെ റേഡിയസിനെ നമ്മൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡായിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഇത് ടു ആൻഡ് ഫ്രോ മോഷൻ. ദിസ് ഈസ് ദ മെയിൻ പൊസിഷൻ, മുകളിലോട്ട് താഴോട്ട്. അപ്പോൾ നമുക്ക് രണ്ടും എക്സ്ട്രീം അവിടെ നമുക്ക് ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. മെയിൻ പൊസിഷൻ ഇതാണ്, മെയിൻ പൊസിഷനിൽ നിന്ന് മാക്സിമം, ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ദ റേഡിയസ്. ഓക്കെ. അപ്പോൾ റേഡിയസ് ആണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഇക്വേഷൻ, എക്സിന് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുമെങ്കിൽ, ആംപ്ലിറ്റ്യൂഡ് എ 0 to this extreme position, radius is the amplitude. ഓക്കെ. ഇപ്പോൾ നമ്മൾ മീൻ പൊസിഷൻ ആക്കി വെച്ചിരിക്കുകയാണ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ എഴുതാമല്ലോ. ഇവിടെ എത്തി. ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിക്കിൾ ഇവിടെ എത്തി. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വരെയായി. മാക്സിമം എത്തിയില്ല, ആംപ്ലിറ്റ്യൂഡ് എത്തിയില്ല, ഡിസ്പ്ലേസ്മെന്റ് ആയി. അതിനെ നമുക്ക് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ദാറ്റ് വിൽ ബി എക്സ്. അത് റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ തീറ്റയാണ്. തീറ്റ എന്തുകൊണ്ട് ω/t എന്ന് എഴുതാൻ അറിയാലോ. ഒമേഗ ഈസ് നത്തിങ് ബട്ട് θ/t അല്ലേ. അപ്പോൾ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എക്സ്. അത് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്താണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ടു ആൻഡ് ഫ്രം മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇത് ആംഗിൾ തീറ്റ. ഇത് റേഡിയസ് എന്ന് ആംപ്ലിറ്റ്യൂഡ് ആണ്, ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു റേഡിയസ് വെക്ടറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെങ്കിൽ, നിങ്ങൾ സ്പ്ലിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മാത്തമാറ്റിക്സിൽ, റെസൊല്യൂഷൻ. ഒരു വെക്ടറിനെ രണ്ടായിട്ട് കമ്പോണന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഈ വെക്ടർ എയുടെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടുന്ന് ഇവിടം വരെ. അതിനെ നമുക്ക് എ എന്തെന്ന് എഴുതാം, cos ω/t എന്ന് എഴുതാം. അതുപോലെ y കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് അല്ലേ. അപ്പൊ ഈ y കമ്പോണന്റ് എന്ന് പറയുന്നത് a sin θ എന്ന് എഴുതാം. a sin θ is nothing but a sin ω/t അല്ലേ. അവിടെ x = a sin ω/t. ആക്ച്വലി ഇതാണ്
ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. എ എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് സൈൻ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി സൈൻ തീറ്റ. ഒമേഗ ഇസ് ദി ആംഗുലർ ഫ്രീക്വൻസി, സെയിം കെ ബൈ എം ആണ് ഒമേഗ. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം, ടി ഇസ് ദ ടൈം. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. സൊല്യൂഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അതാണ് ചെയ്യേണ്ടുള്ളത്, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മൂവ്മെന്റ് കൗണ്ട് ചെയ്യുന്ന എക്സാക്ട് മെയിൻ പൊസിഷൻ, അതായത് സെന്ററിൽ നിന്ന് തന്നെ മെഷർ ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഇതൊരു ഈ സർക്കുലർ മോഷൻ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ 200 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ റിലേ അല്ലെങ്കിൽ സ്പ്രിന്റ് ഒക്കെ നിങ്ങൾ ടി വിയിൽ കാണാറുണ്ടല്ലോ, ഓട്ട മത്സരം. ഒരു 200 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ ഓട്ട മത്സരം ഒരു ഗ്രൗണ്ടിന് ചുറ്റുമാണ്. അപ്പൊ നിങ്ങൾ ഈ മത്സരാർത്ഥികൾ നിൽക്കുമ്പോൾ ഒരു ഗ്രൗണ്ടിന്റെ ഷേപ്പ് ആൾമോസ്റ്റ് സർക്കിളാണ് അല്ലേ. അപ്പം ആദ്യത്തെ ഇന്നർ റേഡിയസ്, ഇപ്പം ഒരു സർക്കിളിന്റെ ഒരു പാത്ത് ട്രാക്ക് എടുക്കുകയാണെങ്കിൽ ട്രാക്കിന്റെ ഏറ്റവും അകത്ത്, അതായത് ഇന്നർ റേഡിയസിൽ നിൽക്കുന്ന ആള് ഔട്ടർ റേഡിയസ് നിൽക്കുന്ന ആള് തമ്മിൽ ഡിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ട്. ആ ഒരു കർവിന്റെ പാത്ത് വേരിയേഷൻ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്, ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഔട്ടർ ഓർബിറ്റിൽ നിൽക്കുന്ന ആള് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ആദ്യം ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയപ്പോഴാണ്, അതായത് ഈ ഫൈ എന്നൊരു ആംഗിൾ ഞാൻ എടുത്തു, ഈ പൊസിഷൻ കറക്റ്റ് ഇവിടെ, അതിന് കറസ്പോണ്ടിങ് പൊസിഷൻ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, പിന്നെ ഇവിടെ എത്തി. അപ്പൊ ഞാനൊരു മോഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മളുടെ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇവിടെ നിന്നാണ് മുകളിലോട്ട് പോയി താഴോട്ട് വന്ന് ഇവിടെ എത്തുന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു അഡീഷണൽ ടൈം ഫൈയും കൂടെ കയറി വരുന്നുണ്ട്. അതിനെ നമ്മൾ ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതെങ്ങനെ വരുമെന്ന് നോക്കുക. ഇതിപ്പോ ഇവിടെ പോയിന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഫൈ. ഓക്കെ, ഇത് മാക്സിമത്തിൽ എത്തുമ്പോൾ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തിയാൽ എവിടെ എത്തി, അവിടുത്തെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി ആണ്. അത് ഒമേഗ ടി ടോട്ടൽ ആംഗിൾ ആണ് അല്ലേ. അപ്പൊ ഈ ഒരു ചെറിയ ആംഗിൾ ഒമേഗ ടി ആണെങ്കിൽ, ഇത് ഫൈ ആണെങ്കിൽ, ഇത് ഈ നമ്മൾ ഈ എക്സ് കമ്പോണന്റ് എടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത്, അതായത് ആദ്യം ഫൈ ആയി, ഫൈ കഴിഞ്ഞിട്ട് അടുത്ത ആംഗിൾ തീറ്റ എന്ന് എടുത്തു. തീറ്റ ഞാൻ ഒമേഗ ടി എന്ന് എഴുതി. ഒമേഗ ഇസ് ദി ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് ടി ഇസ് ദി ടൈം. ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സമയമാണ് ഇ ടി. മീൻ പൊസിഷനിൽ നിന്ന് ഇവിടെ വരെയുള്ള ടൈം അല്ല ഇപ്പോൾ എടുക്കുന്നത്, ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ വരെയുള്ള ടൈം. ഓക്കെ, ആ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് കറസ്പോണ്ടിങ് ആംഗിൾ തീറ്റ എന്ന് എടുത്ത് ദാറ്റ് ഇസ് ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എക്സ് എന്ന് പറയുന്നത് എ എന്തെഴുതാം, എ ടോട്ടൽ ആംഗിള് ഒമേഗ ടിയും ഫൈയും കൂടെ ചേർന്നേ ടോട്ടൽ ആംഗിൾ വരും, ട്രയാംഗിൾ കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പൊ അവിടെ എടുക്കുമ്പോൾ എക്സ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. വാട്ട് ഇസ് ഫൈ? ഇറ്റ് ഈസ് ദി ഫേസ് ആംഗിൾ ഓർ ഫേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഞാനിത് ആ ഫൈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് സർക്കുലർ മോഷൻസ് അല്ലെങ്കിൽ രണ്ട് ടു ആൻഡ് ഫ്രം മോഷൻസ്, ടു ഓസിലേഷൻസ്, ടു സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. ഒന്ന് കറക്റ്റ് മെയിൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് എ സൈൻ ഒമേഗ ടി. രണ്ടാമതൊരു ഫൈ ആംഗിൾ ഡിഫറൻസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. നോക്കുക, എപ്പോഴും ഏത് പോയിന്റ് എടുത്താൽ ഏത് ടൈം എടുക്കുകയാണെങ്കിലും ഈ ഒരു അവ തമ്മിലൊരു എന്ത് വ്യത്യാസമുണ്ട്, ഒരു ഫൈ ആംഗിൾ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എ ഫൈ ഫേസ് കോൺസ്റ്റന്റ്. സർക്കുലർ മോഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. കണ്ടോ? ഓക്കെ, നമുക്ക് ഫേസ് ആംഗിൾ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഫസ്റ്റ് വൺ മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വൺ ഫൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു.
അപ്പോൾ ഇത് എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം, ഇതിന് നമുക്ക് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഇവന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, അപ്പോൾ അവിടുത്തെ ടി ഇതാണ്. ഇത് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ടൈം കൗണ്ട് ചെയ്യുന്നത് മീൻ പൊസിഷനിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ടിലെയും ടി ഡിഫറൻ്റ് ആണ്. ഓക്കെ, അത് നോക്കുക, ഇത് ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഫൈവ് എന്താണ് 90 ഡിഗ്രിയാണ്. 5 is 90 degree phase difference. Okay. Then നമുക്ക് അടുത്തത് 180 ഡിഗ്രി കാണിക്കുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, നമുക്ക് വേവിന്റെ നേച്ചറിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 0 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മീൻ പൊസിഷൻ ഇതാണ് മീൻ പൊസിഷൻ 0 സ്റ്റാർട്ട് ചെയ്തു. ഇത് ടൈം, ഇവിടുത്തെ ടൈം കൗണ്ട് ചെയ്യുമ്പോൾ ഇത് മീൻ പൊസിഷൻ ആണെങ്കിൽ അതേ സമയത്ത് ഈ പാർട്ടിക്കിൾ എവിടെയാണ്? എക്സ്ട്രീം പൊസിഷനിലാണ്. അതേ സമയം ഒരേ സമയം വെച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതേ സമയത്ത് പാർട്ടിക്കിൾ എക്സ്ട്രീം പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വാല്യൂ ഇസ് ആംപ്ലിറ്റ്യൂഡ്. സോ ടൈം 0 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിൾ മീനിലും സെക്കൻഡ് പാർട്ടിക്കിൾ എക്സ്ട്രീം പൊസിഷനിലും. ഈ രണ്ട് ഗ്രാഫും കണ്ടാൽ നമുക്കറിയാം ദിസ് ഈസ് ദ ഫേസ് ഡിഫറൻസ് ഓഫ് 90 degree, pi by 2. Okay. So next 180, this is the difference in 180 degree. The time count ചെയ്യുമ്പോൾ ഇത് ഇവൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 180 എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് 180 എന്താവും? സൈൻ ഒമേഗ ടി തന്നെ ആരും അല്ലേ? 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ സൈൻ തീറ്റ എന്നല്ലേ? സൈൻ 180 പ്ലസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരും നോക്കാം. അതായത് രണ്ടിന്റെയും ഒരുപോലെ ഇരിക്കും അല്ലേ? 5 ആണെങ്കിൽ ആ 5 എത്രയാണോ ആ 5 എന്ന് ഷിഫ്റ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഞാൻ ഫേസ് കോൺസ്റ്റന്റ് എന്തായിരിക്കും എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്താണെന്നുള്ളത് നമ്മൾ ഈ സർക്കുലർ മോഷനുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാണ്. നമുക്കിനി അത് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്കൊന്നുകൂടെ ചെയ്യാം. സൊല്യൂഷൻ ടു ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഗോയിങ് ടു d square x by dt square plus omega square x equals 0. This is the differential equation of a simple harmonic motion. Then നമുക്ക് ഇന്ന് solutions to the differential equation of simple harmonic motion. അതായത് x equal to a sin omega t എന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM? എന്തായിരുന്നു? d square x by dt square plus omega square x equal to 0. This is the differential equation of simple harmonic motion. ഇതിനെ നമ്മൾ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി എക്സ് ബൈ ഡി ടി കിട്ടും, അടുത്ത ഒന്നുകൂടി ചെയ്താൽ എക്സ് കിട്ടും. അപ്പൊ 2 തവണ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടൈം ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഇവിടെ ഒരു എക്സ് വേരിയബിൾ ഉണ്ട്. എക്സും ടിയും വേരിയബിൾ ആണ് അല്ലേ? അപ്പൊ അതൊന്ന് ഒരു ഇത് ആക്സ് ഇന്റഗ്രേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തുകയാണ്. ഇപ്പൊ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് അല്ലേ? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, ഡി വി ബൈ ഡി ടി ആണ്. ഡി സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി. അപ്പൊ ഞാൻ ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം ഡി വി ബൈ ഡി ടി എന്ന് കൊടുക്കാം. അപ്പൊ ഡി വി ബൈ ഡി ടി പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഈ ഡി വി ബൈ ഡി ടി എന്ന് മാറ്റുകയാണ്, ഒരു ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈയും ചെയ്യുന്നു. സോ ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അങ്ങനെ എഴുതാലോ. അടുത്ത് നമുക്ക് ഡി എക്സ് ക്യാൻസൽ ചെയ്താൽ ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ? അങ്ങനെ എഴുതിയാലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, സോ വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു വി എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0.
ഓക്കെ, ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തേ. ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രൂപത്തിലോട്ട് മാറ്റാം. അതായത് ഒരു സൈഡിൽ ഒരു വേരിയബിൾ മാത്രം ആക്കുക. അതായത് ഇപ്പം വെലോസിറ്റി ടേം ഒരു സൈഡ് ആക്കുക, എക്സിന്റെ ടേം മറ്റൊരു സൈഡിലോട്ട് കൊണ്ടുവരിക. ഡി വി ബൈ ഡി എക്സിന്റെ വി എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സോ വി ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇതിപ്പോ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള രൂപത്തിലോട്ട് മാറി. സോ ഇന്റഗ്രേറ്റിംഗ് left integral v dv equal to minus omega square x dx. Omega square is nothing but it's a constant taken outside. നമുക്ക് പുറത്തെടുക്കാം. എന്താണ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയർ ബൈ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്നാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇന്റഗ്രേഷന്റെ ബേസിക്സ് എല്ലാം നിൽക്കുന്ന മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് പഠിച്ചു വെച്ചേക്കണം, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്റഗ്രൽ വി ഡി വി എന്ന് പറഞ്ഞാൽ വി റേസ് ടു 2 വി സ്ക്വയർ ബൈ 2 പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഞാൻ ആ കോൺസ്റ്റന്റ് അപ്പുറത്ത് കൊണ്ടുപോകാം, പ്ലസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ ടി എക്സ് ഡി എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, പ്ലസ് കോൺസ്റ്റന്റ് സി. രണ്ട് കോൺസ്റ്റന്റ് കൂടെ ചേർന്നൊരു വലിയ കോൺസ്റ്റന്റ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ സി കണ്ടുപിടിക്കണം. Where C is the constant of integration to be determined by applying boundary conditions. Boundary conditions എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി, അതായത് നമ്മൾ സിമ്പിൾ പെൻഡലത്തിന്റെ കേസ് എടുക്കുക. സിമ്പിൾ പെൻഡലത്തിന്റെ ബൗണ്ടറീസ്, അതായത് എക്സ്ട്രീം പൊസിഷൻ എടുക്കുക. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആക്സിലറേഷൻ എവിടെയാണ് മാക്സിമം ആകുന്നത്, വെലോസിറ്റി എവിടെയാണ് മാക്സിമം ആകുന്നത്. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ വെൻ എക്സ് ഈക്വൽ ടു എ, ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയാൽ, ആക്സിലറേഷൻ എന്താവും? ആക്സിലറേഷൻ മാക്സിമം ആയിരിക്കും, വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? സോ വെൻ എക്സ് ഈക്വൽ ടു എ വെലോസിറ്റി ബിക്കം 0. ആ കണ്ടീഷൻ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 കൊടുത്താലോ? വി ക്യൂ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം, എക്സിന് എ കൊടുക്കണം. അപ്പം 0/2 0 തന്നെയാണ്. അപ്പൊ ഇത് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 2 ആവും, പ്ലസ് സി. അപ്പൊ നമുക്ക് സിക്ക് വരുന്നത് ഫോർ സി ഈസ് ഈക്വൽ ടു മൈനസ് 1/4 പ്ലസ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 2. അപ്പൊ സിയുടെ വാല്യൂ കിട്ടിയില്ലേ? അപ്പൊ സി എടുത്ത് നമുക്ക് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഒരു 1/2 കോമൺ ആയിട്ടുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒമേഗ സ്ക്വയർ കോമൺ ഉണ്ട്, അതെടുത്താൽ നമുക്ക് എ സ്ക്വയറിന് ആദ്യം എഴുതാം അല്ലേ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പോയത്. സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകല്ലേ, പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കണം. സോ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ is the angular frequency, omega square is k by m, a is the maximum displacement, x is the displacement of the particle at the corresponding time t. Okay, velocity expression ആയി. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു തവണ ഇന്റഗ്രേഷൻ ആയുള്ളൂ, ഇനി അടുത്ത രണ്ടാമത്തെ ഇന്റഗ്രേഷൻ നടത്തണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെലോസിറ്റി എക്സ്പ്രഷൻ എടുക്കുക. വെലോസിറ്റി നമ്മൾ അങ്ങനെ എടുക്കരുത്, ഡി എക്സ് ബൈ ഡി ടി എന്ന് എടുക്കണം. ഓക്കെ, that is v is dx by dt, that is equal to omega into root a square minus x square. അപ്പൊ ഇതിൽ നമുക്ക് എക്സിന്റെ ടേം എല്ലാം ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരിക, ടൈമിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഡി എക്സ് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഒമേഗ ഡി ടി അങ്ങ് അപ്പുറത്ത് പോയാൽ ഒമേഗ ഡി ടി എന്ന് എഴുതാം അല്ലേ. സോ ഇതിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രൂപത്തിലോട്ട് വന്നു. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ ടി മാത്രമേ ഉള്ളൂ. ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ്. So integrating, integral 1 by root a square minus x square. ഇതൊരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ ഫോം ആണ് അല്ലേ. ഇതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമായിരിക്കും. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നൊരു ടേം ആണ് അല്ലേ. അത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു ഒമേഗ ഡി ടി. ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഡി ടി ആണ് ഇവിടെ വരുന്നത്. ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. ടി പ്ലസ് കോമൺ കോൺസ്റ്റന്റ് ഫൈ. ഓക്കെ, അപ്പൊ ആ കോൺസ്റ്റന്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട. ഞാൻ ഈ ഫൈ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ ഫേസ് കോൺസ്റ്റന്റ്. അതാണ് പറഞ്ഞത് ഫേസ് കോൺസ്റ്റന്റ്. ഫൈ ഈസ് ദി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഫൈ ഈസ് ആംഗിൾ ഫൈ. ഈ ഫൈ ആംഗിൾ ആണെന്ന് പറയാൻ കാരണം ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ. ഇപ്പൊ സൈൻ 90, ഇപ്പം സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ
ഇവിടെ ആൻസർ 90 ആണ്. 90 is an angle. അപ്പം 5 ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ആംഗിൾ തന്നെയാണ്. ഇറ്റ്സ് കാൾഡ് ഫേസ് കോൺസ്റ്റന്റ് 5. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എക്സ് ബൈ എക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. therefore എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. നമുക്ക് ഇക്വേഷൻ കിട്ടി അല്ലേ? സർക്കുലർ മോഷൻ വെച്ച് നമ്മൾ വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആ ഇക്വേഷനിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 is the solution of the differential equation of simple harmonic motion. Okay, it gives the displacement of the particle at any time t. Okay, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിനെ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ അസൈൻമെന്റ് എന്ന രീതിയിൽ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്ലോഡ് ചെയ്യുക. അപ്പം മൺഡേ നിങ്ങൾ അത് പഠിച്ച് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരിക്കും. സാറ്റർഡേ ടൈം ടേബിൾ എനിക്ക് തോന്നുന്നു മൺഡേയിലത്തെ ടൈം ടേബിൾ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് രണ്ടൊന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അപ്പം മൺഡേ വരുമ്പോഴത്തേക്ക് നിങ്ങളിത് പഠിച്ചുകൊണ്ട് വരിക. ഒരു ടെസ്റ്റ് പേപ്പറോ ഇടാം. ഞാൻ ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. എൻ്റെ നമ്പർ ഉണ്ടല്ലോ, അപ്പം പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ടാലും മതി. ഓക്കെ, താങ്ക് യു.